ശബരിമല സ്വർണ്ണക്കൊള്ളയെ ആസ്പദമാക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായിട്ടുണ്ട്. ഗാനം ഏറ്റെടുത്ത UDFകാർക്ക് പോലും ഇതാരാണ് പാടിയത് എന്നറിയില്ല. മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി ഡാനിഷാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം കേരളത്തിന്റെ കവലകളിൽ മുഴങ്ങിയ ഗാനം, സോഷ്യൽ മീഡിയകളിലും തരംഗമായ ഗാനം. മറ്റു തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പോലെ യാദൃച്ഛികമായി വന്ന ഒന്നാണിത്. പക്ഷേ UDF BJP പ്രവർത്തകർ ഏറ്റെടുത്തു. പാടിയത് മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി ഡാനിഷ്, എഴുതിയത് നാദാപുരം സ്വദേശി GP ചാലപ്പുറം. നമ്മൾ ഇലക്ഷൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളെ ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ ചെയ്തതാണ്. അത് പ്രതീക്ഷനേക്കാൾ കൂടുതൽ വൈറലായി. അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, ഇലക്ഷനെ സ്വാധീനിക്കാൻ ഈ പാട്ടിന്, അതിനൊരു ഭാഗമാകാൻ ഈ പാട്ടിന് പറ്റിയെന്നൊക്കെ. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഒറിജിനൽ ഏതാ പാരഡി ഏതാ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധം ഈ പാട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ചെയ്തതാണ്, പക്ഷേ ഈ പ്രചാരണ സമയത്ത് അത് അത്യാവശ്യം നന്നായി വൈറലായി. ഒരുവിധം LDFനെതിരെ ആയതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും അത് യൂസ് ചെയ്തു. ബാക്കിയുള്ള വൈറലായതോടെ കോൺഗ്രസ് നേതാക്കളും ഈ പാട്ടാണ് മൂളുന്നത്. പാട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പാടാനും കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് മടിച്ചില്ല. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ആവേശം നിലനിർത്തുകയാണ് ഡാനിഷിന്റെ ഈ പാട്ട്. തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.